ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂലൈ 2-ാം തീയതി. അപ്പോൾ എന്താ പറയുക, ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് ജൂലൈ 3-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 3-ാം തീയതി എന്ന് പറയുമ്പോൾ തോറാനയാണ്. തോറാന എന്ന് പറയുമ്പോൾ എൻ്റെ ഞങ്ങളെ അപ്പച്ചൻ്റെ ഒരു ഫീസ്റ്റായിട്ട്, സെൻറ്റ് തോമസ് ഡേ ആണല്ലോ ഫീസ്റ്റായിട്ട്, അപ്പച്ചൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഈ ദിവസമാണ് അപ്പച്ചനെ വിഷ് ചെയ്യാനും ഒക്കെ ഞങ്ങൾ മുന്നിലേക്ക് വരുന്ന ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏറ്റവും അവസാനം ഞാൻ കണ്ട ദിവസം ജൂലൈ 3-ആണ്. 3-ാം തീയതി വന്ന് അപ്പച്ചനെ കണ്ട്, അന്ന് ഡോൺ ഹോസ്റ്റലിലായിരുന്നു, പോയി വന്ന് കണ്ട് വർത്താനം പറഞ്ഞ് പോന്നു. പിന്നെ ഞാൻ അപ്പച്ചനെ മരിച്ച് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ജൂലൈ 3, സംഭവം ഇന്ന് ജൂലൈ 2 ജൂലൈ 3 എൻ്റെ ഓർമ്മയിൽ തോറാന എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്താ പറയുക അവസാനമായിട്ട് ഞാൻ കണ്ട ഒരു ദിവസമായിട്ടാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അപ്പച്ചൻ്റെ അതേ പേരാണ് മരുമക്കളിൽ ഡാഡിക്ക് കിട്ടിയത്, ടോണി എന്നുള്ളത്. സംഭവം അമ്മാമ്മയുടെ അപ്പൻ തോമുണ്ണി, ആ പേരാണ് ഡാഡിക്ക് കിട്ടത്. പക്ഷേ ഇപ്പം നിങ്ങളോട് ഞാൻ നാൾ പറഞ്ഞില്ലേ, ടോണി എന്നുള്ള പേര് ആൻ്റണി എന്നുള്ള പേരായിട്ട് അന്തോണീസ് പുണ്യാളുടെ പേരും കൂടി ആയി എന്നുള്ളത്. പക്ഷേ ആ അപ്പാപ്പൻ്റെ പേര്, രണ്ട് അപ്പാപ്പന്മാരുടെ തോമസ് എന്നുള്ള പേരും ഡാഡിയുടെ പേരും കൂടിയിട്ടാണ് നമ്മുടെ തോമു എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ജൂലൈ 3, അതായത് ഇന്നത്തെ ദിവസം ഇവരുടെ 3 പേരുടെയും ഫീസ്റ്റാണ് കേട്ടോ. അപ്പാപ്പൻ്റെയും ഡാഡിയുടെയും പിന്നെ മുത്തിയപ്പാപ്പൻ്റെയും പിന്നെ തോമുവിൻ്റെയും ഒക്കെ ഫീസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ, അതായത് ചൊവ്വാഴ്ച രാവിലത്തെ ഇന്ന് മറ്റേ ഇതായിരുന്നു, ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും അച്ചാറും. നമ്മളുടെ ഗ്രൂപ്പിലെ ഒരു കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, എനിക്ക് അച്ചാർ, ശാലിനി എന്ന് പറഞ്ഞ മോളാണ് അച്ചാർ 3 പാറ്റേൺ ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മീനൊന്നും തൊട്ടില്ല കേട്ടോ, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളെ നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറയാമെന്ന് വെച്ച് നല്ല അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കഴിഞ്ഞ് എൻ്റെ പരിപാടി അറിയാലോ നിങ്ങൾക്ക്, ഇതിൻ്റെ മുന്നിലിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടമാനം ഓർഡറും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇടുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ട്. ഞാൻ ഫോൺ നമ്പറൊക്കെ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരിതേ പോവലും കഴിഞ്ഞു, വരലും കഴിഞ്ഞു. പറഞ്ഞ നേരം കൊണ്ട് പോക്കും കഴിഞ്ഞു, വരവും കഴിഞ്ഞു. ഞാൻ പറയാറില്ലേ, നമ്മൾ നേരം വെളുത്ത് എണീറ്റ് ഇവരെ യാത്രയാക്കി ഡിമ്പിൾ ഡ്രസ്സ് മാറി അവിടെ പോയി തിരിച്ച് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്തു വരുമ്പോഴേക്കും ഇവർ തിരിച്ച് വരേണ്ട സമയമാവും. അപ്പോൾ ഇവർ വീട്ടിലില്ല എന്ന് തോന്നണ പോലും ഇല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞ് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് ഡോണും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മറ്റേ പൈനാപ്പിൾ പച്ചടിയും പിന്നെ നമ്മളുടെ കടച്ചക്ക ഉപ്പേരി, ഇന്നലെ ഇറച്ചിയിൽ വെച്ചതിൻ്റെ ബാക്കി ആ ഉപ്പേരിയും പിന്നെ നമ്മുടെ അച്ചാറും കൂടിയിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ പിള്ളേർസിന് എന്തൊക്കെയോ ഡിമ്പിൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവരതും കഴിച്ച് ഒക്കെ ഈ പറഞ്ഞ പോലെ കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോക്കി ഒതുക്കി വരികയാണ്. അപ്പം ഇവിടെ കിയ ഇവിടെ ഇരുന്ന് നോക്കണം കേട്ടോ. കിയയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിഞ്ഞ് കുറച്ച് പാല് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടൊന്ന് കുരയ്ക്കും, അങ്ങനെയാണ്. അപ്പോൾ സമയം 2:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഇന്ന് നേരത്തോടെ കഴിഞ്ഞു. അപ്പോൾ ഡാഡിയും ഡോണും കൂടിയിട്ട് തോമുനിയും കൊണ്ട് പുറത്തേക്ക് ഒന്ന് പോയേക്കാം. വേറെ ഒന്നല്ല, ഒരു വണ്ടി എടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട്, ഡോണിൻ്റെ ഷോറൂമിലേക്കുള്ള വണ്ടി എടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവരൊന്ന് പുറത്ത് പോയേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം കിടന്നുറങ്ങാം. കാരണം ഡാഡി ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഓർഡർ അങ്ങോട്ട് എടുക്കലൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ വെച്ച് ഡാഡി വരണ വരെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് പോയിട്ട് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ എടുത്ത് കൈ പിടിക്കും. അപ്പോൾ കുറേ കുട്ടികളോട് ഞാൻ പറയും അത് കേട്ടോ, ഞാനത് കൈ പിടിച്ചിട്ട് ഉറങ്ങിപ്പോവും ചില സമയത്ത്, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ നമ്മുടെ നാളേക്കുള്ള ഉഴുന്നും അരിയും ഒക്കെ വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇത്തിരി കമ്മിയായിരുന്നു. ഉച്ചകാലത്ത് ഊണ് കഴിഞ്ഞപ്പോൾ ചോറ് കുറച്ചായി. അപ്പോൾ ഡാഡി എപ്പോഴേക്കും ഒരു 4:30 ആകുമ്പോഴേക്കും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഡാഡിക്കും മാത്രം ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതിവ് പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ റോസ് അല്ലെങ്കിൽ മറ്റേ ചെമ്പരത്തിയുടെ അങ്ങനെ ഇടാറ്. അപ്പോൾ ഞാൻ റോസിൻ്റെ ടീ ഇട്ട് ചായ ഇട്ടിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് അത് കഴിച്ചപ്പോൾ ഞാൻ 4 നമ്മുടെ സമോസ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സമോസ ഇവിടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 4 എടുത്തിട്ട് ഞാൻ വറുത്തുട്ടാം. അപ്പോൾ അതും കൂടി വറുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട്, കുട്ടികളൊക്കെ എണീക്കുമ്പോൾ കുറേ ലേറ്റ് ആവില്ല, അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് ഒരു 6 എടുത്തിട്ട് വറുത്തിട്ട് ഞങ്ങൾ 2 കൂടി കഴിച്ചു കേട്ടോ.
അപ്പോൾ അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടർന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ചാക്കോച്ചൻ താഴേക്ക് വന്നു. അപ്പോൾ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു വ്യത്യാസം കണ്ടോ. മുടി ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് വെട്ടിയത്, വളരെ ചെറുതായിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് ചാക്കോച്ചനെ ആദ്യമായിട്ട് മുറ്റത്തേക്ക് ഒന്ന് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ, ലോക്കറ്റുകളൊക്കെ ഒന്ന് കാണും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കൃഷ്ണൻ്റെയും ശിവൻ്റെയും ഒക്കെ കുറേ മറ്റേ ഗണപതിയുടെയൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കിത് രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കൃഷ്ണനാണ്, എന്താ മറ്റേ എന്താ കുഞ്ഞു കൃഷ്ണനാണ്. ഇതും കൃഷ്ണൻ തന്നെയാണ്. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതും കൃഷ്ണൻ്റെ രൂപമാണ് കണ്ടോ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ, കുഞ്ഞിതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇത് മൊത്തമല്ല കണ്ടോ, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഒരു 1.5 ഇഞ്ച് വിരലിൻ്റെ അത്രയേ ഉള്ളൂ. പിന്നെ കൊളുത്താണ് കിടക്കുന്നത് കേട്ടോ. ഇനി ശിവൻ. പിന്നെ ഇത് ഇങ്ങനെ, എനിക്കിതിങ്ങനെ പറയാനൊന്നും കാര്യമായിട്ട് അറിയില്ല, തെറ്റിപ്പോണ്ടാച്ചിട്ടാണ്. എനിക്ക് സംഭവം അറിയാം, പക്ഷെ തെറ്റുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര റയറായിട്ട് കിട്ടുന്ന പീസുകളാണ്. നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നവർ പറയാറുണ്ട് ഇത് വളരെ അപൂർവം കിട്ടുന്ന സംഭവങ്ങളാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കണതും. കണ്ടോ ഇത് കണ്ടോ അയ്യപ്പൻ. ഇത് മുഴുവൻ, ഇത് രണ്ടും ഹനുമാനാണ് കേട്ടോ. കേട്ടോ നല്ല വലിപ്പമുള്ള ഹനുമാനാണ്. ഇങ്ങനെയാണ് വരുന്നത്, ഇത്രയുണ്ട് കേട്ടോ. ശരിക്കും 2 വിരലിനേക്കാളും ഒരു തുണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഉണ്ട്. ഇത് കുട്ടി ഹനുമാൻ, കുഞ്ഞിതാ. പിന്നെ ഇത് എനിക്ക് ഏതോ സാമ്യമാണ്, എനിക്ക് വ്യക്തമല്ല കേട്ടോ, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് കറക്റ്റ് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ഇതാണ് ആ രൂപം. വളരെ റയറായിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അതിന് ഇതുപോലെ കണ്ടോ. ഇനി ഇത് മൊത്തം ഗണപതിയാണ് കേട്ടോ. പലതരം ഗണപതിയുടെ രൂപങ്ങളാണ്. ഇത് ഫുൾ കല്ലാണ്, പക്ഷേ എഡി സ്റ്റോൺസ് ഒന്നുമല്ല, സാധാരണ കല്ലാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇത് കണ്ടോ. ഇതൊക്കെ ഗണപതിയുടെ കണ്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം, ഇഷ്ടമാവുകയും ചെയ്തു എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി മാലേമ. ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കറുത്ത ചരടുമ്മയും ഇടണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികളുടെയോ അല്ലെങ്കിൽ വലിയവരുടെ ചിലർ കൈയും ഇടണ കണ്ടിട്ട് കെട്ടിയിട്ട് കുഞ്ഞിതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് കേട്ടോ ഈ ലോക്കറ്റ്. അങ്ങനെ ഇന്ന് രാത്രി ഇതേ ചപ്പാത്തിയും പാലക് പനീറും സാലഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു അന്നാന്ന് ഉണ്ടാക്കുന്ന സാലഡ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂന്ന്. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, സബോള, തക്കാളി, കുറച്ച് വിനാഗിരി, ഉപ്പ്, കുറച്ച് മല്ലിയില, ഇത്രയേ ഉള്ളൂ. അതെല്ലാം കൂടി ഒന്ന് കൂട്ടിത്തിരുമ്പിയിട്ടുള്ള സാലഡായിരുന്നു ഇന്നത്തെ സാലഡ് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ വന്നിട്ട് കോയിനാണ് കേട്ടോ. അപ്പോൾ കോയിനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്ഷ്മിയുണ്ട്, പിന്നെ നമുക്ക് എല്ലാ മതസ്ഥർക്കും ഇടാൻ പറ്റുന്ന കോയിനുണ്ട്. അതായത് കുതിരപ്പവൻ എന്ന് പറയില്ലേ നമ്മൾ, അതുണ്ട്. ഇത് വേളാങ്കണ്ണി മാതാവുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വേളാങ്കണ്ണി മാതാവും ഈ കുതിരപ്പവൻ്റെയും മാത്രം കാണിക്കണം കേട്ടോ. ലക്ഷ്മിയുടെ ഞാൻ ഒറ്റയ്ക്ക് കാണിക്കുക, കാരണം കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിലിതേ നമ്മൾ അറിയാലോ, അപ്പോൾ നമ്മൾക്ക് എനിക്കൊക്കെ പണ്ട് ഇത് ഓർമ്മ വരെ ഗൾഫിൽ നിന്ന് വരുന്നവർ, എൻ്റെ അപ്പച്ചനൊക്കെ വരുമ്പോൾ ഇങ്ങനെ കോയിനും കൊണ്ടാണ് വരിക. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുഴ വെപ്പിക്കുക ചെയ്യാം. അപ്പോൾ പണ്ടത്തൊക്കെ സമ്പാദ്യം ഇങ്ങനെയാണ്, കോയിൻ കൊണ്ടുവന്നിട്ട് സൂക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വശം. മറുവശം ഇങ്ങനെയാണ് വരുന്നത്, കുതിരപ്പവൻ. കുതിര കണ്ടോ, ഇതാണ് ഈ കുതിരപ്പവൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണ്ണത്തിലും കുതിരപ്പവൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഭംഗിക്ക് വെച്ചതാണ്. പിന്നെ അതിൻ്റെ നേരെ ചെറിയ സൈസ്, ഇത് 1 പവൻ്റെ വലിപ്പമാണെങ്കിൽ ഇത് 1/2 പവൻ്റെ വലിപ്പമാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് പിന്നിൽ ജീന്നാണ് കേട്ടോ. ചിലതിൽ കുതിരപ്പവൻ വരും, ചിലതിൽ ജീന്ന് വരും. അപ്പോൾ ഇതാണ് സംഭവം.
ഇനി അടുത്തത് വേളാങ്കണ്ണി മാതാവാണ്. കണ്ടോ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ലോക്കറ്റ് വരുന്നത്. വെറും പൊള്ളയാണ് കേട്ടോ, വെറും തകിട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. ഞാൻ 1-2 മാലയമ്മ, ചെറിയ മാലയമ്മ, പേളിൻ്റെ അമ്മയൊക്കെ ഞാൻ ഇങ്ങനത്തെയാണ് ഇട്ടിരിക്കണേ കേട്ടോ. ഇനി ഇത് അതിനേക്കാളും കുഞ്ഞിത്, ഈ കുട്ടികളുടെയൊക്കെ മാലയമ്മ വേണമെങ്കിൽ ഇടാം. ഇതാ, ഇത് കാണുന്നില്ലല്ലോ എനിക്ക്. ഇതാ കണ്ടോ, ഇതാണ്. അപ്പോൾ ഇത് വെറും തകിടുകനാണ് ഇടുക. കണ്ടോ, വെറും ഇങ്ങനെ എന്താ പറയുക, വെറും തകിടാണ്. ഇപ്പുറത്ത് കുരിശാണ്. അപ്പോൾ സെയിമാണ് ഇതും കേട്ടോ, ഇതും അതും സെയിമാണ്. ഇത് 2 കുഞ്ഞിത്. അപ്പോൾ ഈ ആദ്യത്തെ കാണുന്നത് കുതിരപ്പവൻ്റെ, രണ്ടാമത് ലെഫ്റ്റിൽ കാണുന്നത് ഒരു അരപ്പവൻ്റെ കോയിൻ, പിന്നെ ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ പൊള്ളയായിട്ടുള്ളത്. ഇത് രണ്ടും വെറും ഒരു തകിട് മാത്രം കേട്ടോ. ഇനി അടുത്തത് ഇത് കാപ്പവൻ്റെ ലോക്കറ്റ്, വളരെ ചെറുത്, നേരത്തെ കണ്ടേക്കാളും കണ്ടോ കുഞ്ഞീതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഗോൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ആൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടൊന്ന് മറച്ചൊക്കെ നോക്കും, ഇത് സ്വർണ്ണമല്ലേന്നറിയാം. അപ്പോൾ അതുമ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാരത് സ്വർണ്ണമാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. പിന്നെ അതിൻ്റെ തന്നെ കുഞ്ഞീതാണ് ഇത് കേട്ടോ. ഇതിന് കുഴയാണ് കണ്ടോ, ഇതിന് കുഴ വെച്ചേക്കണേ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ ജി, അതിൻ്റെ സെയിമാണ് ഇതും കണ്ടോ, സെയിമാണ്. ഇനി ഇത് ഏറ്റവും കുഞ്ഞിത്, അതിനേക്കാൾ കുഞ്ഞ്, നമ്മൾ ഒരു 1 ഗ്രാം 1 ഗ്രാം അല്ലേടോ, ഇത് 1 ഗ്രാമിൻ്റെയൊക്കെ ലോക്കറ്റ് ഉണ്ടാവും. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ലോക്കറ്റുകൾ, ഈ 1 ഗ്രാം ആ സംഭവമാണ് ഇത് കേട്ടോ. കണ്ടോ, അതിങ്ങനെയാണ്, വെറും തകിടാണ് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര അധികം വിലയൊന്നുമില്ല, തീരെ വിലയില്ലാത്തതാണ്. ഇത് അതിനേക്കാളും കുഞ്ഞിത്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഗിഫ്റ്റൊക്കെ കിട്ടും, ഈ മറ്റേ കാർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കോംപ്ലിമെൻറ്റ് അങ്ങനെ കിട്ടുന്ന ആ വലുപ്പമാണ് ഇത് കേട്ടോ. കണ്ട, കയ്യിൽ കൂടി പിടിക്കാൻ പറ്റില്ല, കുഞ്ഞിതാ കണ്ട. കുഞ്ഞു കുട്ടികളുടെ മാലയമേൽക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോയിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇത് മുകളിലത്തെ വരുന്നത് കുതിരപ്പവൻ്റെ 1 പവൻ്റെ വലിപ്പം, താഴെ ഇത് അരപ്പവൻ്റെ വലിപ്പം, ഇത് 1/4 പവൻ്റെ, ഇതൊരു 2 ഗ്രാമിൻ്റെ, ഇത് ഒരു 1/2 ഗ്രാം അല്ല, ഇത് 1 ഗ്രാം, ഇത് 1/2 ഗ്രാം, ഇത് 2 ഗ്രാം, അങ്ങനെയൊക്കെയാണ് ഏകദേശം സൈസ് വരുന്നത്. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്ത് വലിപ്പം വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ മുമ്പേ പറയാണ്. അപ്പോൾ ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ തകിട് പോലെയുള്ളത്, ഉള്ളിൽ പൊള്ളയായിട്ടുള്ളത്. ഇത് വെറും തകിട്, അപ്പുറത്ത് കുരിശായിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് കുരിശായിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ കുഞ്ഞു ഉണ്ണികളുടെ മാലയമ്മ തൊട്ട് വലിയവരുടെ മാലയമ്മ വരെ ഇടാനുള്ള കോയിനായിട്ടോ അത്. നേരത്തെ നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒക്കെയാണ് കണ്ടത്. ഇത് വന്നിട്ട് കോയിൻ ലക്ഷ്മിയുടെയും പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ട്. ഇതാണ് ലക്ഷ്മിയുടെ 1 പവൻ്റെ കോയിൻ കണ്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ജി എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആ സെയിം സംഭവമാണ്. ഇത് സ്റ്റോക്ക് കുറേ ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഓരോന്ന് വെച്ചിട്ടുള്ളൂ, 2 3 വെച്ചിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ്റെയാണ് കണ്ടോ. ഇത് കുഞ്ഞിത്, ഇത് അരപ്പവൻ്റെ ലോക്കറ്റ്, ഇതൊക്കെ അരപ്പവൻ്റെ സംഭവമാണ്. അത് തന്നെ, പക്ഷേ വേറെ ഒരു ചെറിയൊരു മോഡൽ വ്യത്യാസം കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് വരണതെന്ന് വെച്ചാൽ കണ്ടോ, ഇതിങ്ങനെയാണ് വരണതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതിന് കൊളുത്താണ്, മറ്റേതിന് കുഴയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഓം എന്നാണ്. അപ്പോൾ 2 സൈഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് 2 ഗ്രാമിൻ്റെ വലിപ്പം കുഞ്ഞിത്. ഞാൻ വിരലുമ വെച്ച് കാണിക്കാം. ഇത്രയ്ക്കാണ് വരുന്നത് കണ്ടോ, ഈ വലിപ്പമാണ് വരുന്നത്. അതിൻ്റെ തകിട് പോലെയുള്ള പണിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ജി എന്നാണ്. ഇനി ഇത് അതിനേക്കാളും ചെറുത്, ഞാൻ പറഞ്ഞില്ലേ ഒരു 1/2 ഗ്രാമിൻ്റെയൊക്കെ സംഭവം. അതാണ് തകിടാണ് കേട്ടോ. അതിന് കുഴയല്ല, കൊളുത്താണ് വന്നേക്കുന്നത്. ഇനി അതിനേക്കാളും കുഞ്ഞിതാണ് ഇത് നോക്കിയാൽ എന്തോരം കുഞ്ഞിതാണെന്നറിയോ. കേട്ടോ, ഒരു വിരലിൻ്റെ തുമ്പത്തേക്കുള്ളതുള്ളൂ. ഉണ്ണികളുടെ കഴുത്തിലേക്കൊക്കെ ഇടാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ബെസ്റ്റാണത് കേട്ടോ. അതുപോലെ താലിയുടെ കൂട്ടത്തിലിടാനായിട്ടും ഇത് നല്ലതാണ്. ഇത് പിന്നിൽ നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ കണ്ടില്ലേ, അതുപോലെ വെറും പൊള്ളയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പൻ്റെയും ലോക്കറ്റുകൾ.
അപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് പോകാൻ കുറച്ച് ലേറ്റായിട്ടോ. അപ്പോൾ പക്ഷേ സാരമില്ല, ഇന്നതൊരു മുടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഡാഡിയും മക്കളും കൂടിയിട്ടാണ് പോയത് കേട്ടോ. ഡാഡിയും ഡിംപിളും ഡിവൈനും പാച്ചും കൂടിയിട്ടാണ് പോയത്. തോമും ചാക്കോച്ചനും ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത്തിരി രാത്രി ആയാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അത് എന്താ പറയുക, ഒരു നേർച്ചയാണത്. അപ്പോൾ അത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഇവരുടെ കാര്യങ്ങൾ അവർ വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേർസ് നേരത്തോടെ കിടന്നുറങ്ങിയിട്ടാണ്. നമ്മുടെ ചന്തുവും ചിന്തുവും ചോട്ടും കിയ ഒക്കെ കിടന്നുറങ്ങി. എനിക്കെപ്പോഴും ചന്തുവിനെ എൻ്റെ വായിൽ വരും. അതുകൊണ്ട് ഫസ്റ്റ് അവൻ്റെ പേരാണ് ചന്തു എന്ന് വരിക. അവൻ പോയിട്ട് ഇപ്പോൾ 3 വർഷം ആവാനെ പോണേ. എന്നാലും അവൻ്റെ പേരാണ് എനിക്ക് ആദ്യം വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിച്ച് ഞാൻ വിചാരിച്ചു കുട്ടികൾ വരുമ്പോഴേക്കും ഇതെല്ലാം കഴിച്ച് അകത്ത് കയറി കഴിഞ്ഞ് അവരൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഡിവൈനും അത് ഡിംപിളും അത് രണ്ടാളും കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് പാലക് പനീരും ചപ്പാത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ റെസിപ്പികൾ പരീക്ഷിക്കുകയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഫുൾ പേസ്റ്റ് ആയതുകൊണ്ട് വേസ്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ ദോശമാവ് ഒരു വശത്തെ ഡിവൈൻ അരച്ച് വെച്ചു. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെച്ച്, വെള്ളം നിറച്ച് വയ്ക്കുന്ന പണി എൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ച് വെച്ച് ബാക്കി പൂട്ടനോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ എന്താ പറയുക കിച്ചണൊക്കെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ കലാപരിപാടികളൊക്കെ കിച്ചണിലത്തെ കഴിഞ്ഞു. പിന്നെ പട്ടികൾക്കുള്ളത് ഞാൻ ഇന്ന് നേരത്തോടെ കൊടുത്തു. അവർക്കിപ്പോൾ ഇത്തിരി നേരത്തെ കിടന്ന് ഉറങ്ങൽ ഇപ്പോൾ ശീലമായേക്കണം. അപ്പോൾ ഞാനും വിചാരിച്ചു അവരെങ്കിലും കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും അവർ പോയിട്ട് വന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പാച്ചു എന്താ പറയുക ഇവിടെ പോണതിന് മുമ്പ് ഒന്ന് ഛർദ്ദിച്ചതാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അവന് ഭയങ്കര അസ്വസ്ഥത. കുറേ വെള്ളം ആവശ്യമില്ലാണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഫയുടെ മറ്റേ സ്പ്രെഡ് എടുത്തിട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അപ്പോഴേക്കും അവൻ വന്ന് ഷൂ ഊരിനു. അപ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞാലും ഷൂ കൈകൊണ്ട് എടുക്കാണ്ട് പറ്റില്ല കുട്ടികൾക്ക്. അപ്പോൾ അത് ഊരി, അപ്പോൾ അതിന് എന്താ പറയുക, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പോൾ അവൻ അത് കൊണ്ടുവന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് പോയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറാണ്ടാണ് അവരങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒതുക്കി എനിക്കൊരു തൃപ്തിയായി. ഇന്നൊന്ന് ക്ലീൻ ചെയ്തു എന്നൊരു തൃപ്തിയായി. സംഭവം മറ്റേ സ്പ്രെഡ് ഇല്ലെങ്കിൽ പോലും അവിടെ ആകെ ഒന്ന് വൃത്തിയായി. ഒന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്കും എനിക്ക് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനത് ഇട്ട് തുടങ്ങിയത് കേട്ടോ. അത് ഇട്ടതുകൊണ്ട് ഇപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ ഇന്നത്തെ വിശേഷം. പക്ഷേ എന്താ പറയുക, കുറേ ഓർണമെൻറ്റ്സിൻ്റെ കാണിച്ചത് ഇത്തിരി കൂടിപ്പോയി. നാളെ തൊട്ട് ഞാൻ ഇത്തിരി കുറയ്ക്കാൻ നോക്കാം കേട്ടോ. അതൊരു ട്രിപ്പ് അങ്ങോട്ട് എടുക്കുമ്പോൾ അത് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങോട്ട് എടുക്കണത്. പക്ഷേ ഇന്ന് ഇത്തിരി കൂടിയോ എന്ന് എനിക്കൊരു സംശയം. നാളെ തൊട്ട് ഞാനത് അങ്ങോട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ എന്താ പറയുക, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.